ഈശോയുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. നമ്മൾ കുറേ നാളുകളായിട്ട് വിറ്റുപേറിൻ്റെ ആധ്യാത്മിക പ്രബോധനങ്ങൾ കേട്ടുവരികയായിരുന്നു. നമ്മൾ തേവരയിൽ വെച്ച് വിറ്റുപേർ നടത്തിയ ഒരു ബൈബിൾ ക്ലാസ് തുടർച്ചയായിട്ട് കേട്ടുകൊണ്ടിരുന്നപ്പോൾ ആത്മീയ മനുഷ്യരും ജഡിക മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. അതോടൊപ്പം തന്നെ നമ്മൾ ഒരു കാര്യം കൂടി അറിയിക്കുകയാണ്. നമ്മുടെ വിറ്റുപേറിൻ്റെ ഈ ആധ്യാത്മിക പ്രബോധനങ്ങൾ എന്ന പുസ്തകം നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അനേകർ ആ പുസ്തകങ്ങൾ വാങ്ങിച്ചു. അതുപോലെ തന്നെ ഈ പുസ്തകം ഏതെല്ലാം ഷോപ്പുകളിൽ നമുക്ക് അവൈലബിളാണ് എന്നുള്ളതും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട്. പുസ്തകം നമുക്ക് വായിക്കുവാനായിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇൻ്റർനെറ്റിൽ കയറി കെൻഡിൽ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ആ പുസ്തകം വായിക്കാൻ വേണ്ടി എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇന്ത്യക്ക് വെളിയിലുള്ളവർക്ക് പുസ്തകങ്ങൾ വാങ്ങിക്കണമെങ്കിൽ ആമസോൺ വഴി നമുക്ക് ലഭ്യമാണ്. അതിൻ്റെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട്. ഈ പുസ്തകം വാങ്ങിച്ച അനേകർ ഇന്ന് നമുക്കുണ്ട്. അവർ ഈ പുസ്തകത്തിലുള്ള വായനയിലൂടെ അവർക്ക് ആത്മാവിൽ വളരുവാൻ സാധിക്കുന്നുണ്ട്. ഈശോയോടുള്ള സ്നേഹം വർദ്ധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അച്ഛനെ ഹൃദയത്തിലാക്കുവാനായിട്ട് അവർക്ക് അനുഗ്രഹം ലഭിക്കുന്നുണ്ട്. ശരിക്കും വിറ്റുപേറിനെ സംബന്ധിച്ചിടത്തോളം ഓരോ വചനങ്ങളും അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അനുസരിച്ചതിന് ശേഷമാണ് ഈശോയെ അദ്ദേഹം പ്രഘോഷിച്ചിരുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ വചനം ലഭിക്കുന്ന വ്യക്തികൾ കൂടുതൽ ഈശോയിൽ വളരുവാനും ഈശോയെ സ്നേഹിക്കുവാനും ഈശോയുടെ കൂടെ ആയിരിക്കുവാനും ആഗ്രഹിക്കുന്നു. എന്തിനാണ് സഭ നമുക്ക് വിശുദ്ധരെ പ്രദാനം ചെയ്യുന്നത്? അവരുടെ ജീവിത രീതി നമ്മൾ അനുകരിക്കുകയാണ്. അവർ ഈശോയെ അനുകരിച്ചതുപോലെ നമ്മളും ക്രിസ്തുവിനെ അനുകരിക്കാൻ പ്രാപ്തരാക്കുകയാണ്. 1 കൊരിന്തോസ് 11:1 വിശുദ്ധ പൗലോസ്ലീഹ വ്യക്തമാക്കുന്നുണ്ട്, ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ അനുകരിക്കുവിൻ. ഇതിലൂടെ നമ്മൾ ഈശോയെയാണ് അനുകരിക്കുന്നത്. ഈ ഈശോയെ അനുകരിക്കാൻ നമ്മളെ പ്രാപ്തരാക്കുവാനായിട്ട് കർത്താവ് ഓരോ കാലഘട്ടത്തിലും ഓരോ വിശുദ്ധരെ തിരഞ്ഞെടുക്കും. അവരുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ആവസിക്കുകയാണ്. വിറ്റുപേറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം ഉൽപ്പത്തി പുസ്തകം 1:2 വിശുദ്ധ ലിഖിതം പറയുന്നുണ്ട്. ആഴത്തിൻ്റെ മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു, ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ഈ ദൈവിക ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഒരു സ്പർശനം ലഭിക്കുമ്പോഴാണ് നമുക്ക് അനുതാപം ലഭിക്കുക. ഈ അനുതാപം അല്ലെങ്കിൽ പശ്ചാത്താപമാണ് ദൈവരാജ്യത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യം. ഈശോ തൻ്റെ പിതാവിൻ്റെ ഹിതം നിറവേറ്റിയതും അനേക ആത്മാക്കളെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിച്ചതുകൊണ്ടാണ്. അതാണ് പിതാവിൻ്റെ ഹിതം എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ മാറ്റമാണ്. തൻ്റെ പിതാവിൻ്റെ ഹിതം നിറവേറ്റുക എന്ന് പറയുമ്പോഴും നമ്മുടെ ഓരോ വ്യക്തികളുടെയും അനുദപിക്കുന്ന ഹൃദയമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈശോയുടെ ആദ്യത്തെ വചന പ്രഘോഷണം നമുക്കറിയാം. മർക്കോസിന് സുവിശേഷം 1:15 നമ്മൾ വീണ്ടും ഈ വചനങ്ങളൊക്കെ ശ്രവിക്കും തോറും നമ്മളിൽ ആ അനുതാപം എന്ന കൃപ നമുക്ക് ലഭിക്കണം. ആ അനുതാപത്തിലൂടെ മാത്രമാണ് നമുക്ക് നിത്യജീവൻ കരസ്ഥമാക്കുവാനും ഈശോയുമായിട്ട് ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമുക്ക് ഒന്നാകാനും സാധിക്കുക. മർക്കോസ് 1:15 ഈശോ വ്യക്തമാക്കിയാണ്, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക, ഈശോയാകുന്ന അനുതാപത്തെ സ്വീകരിക്കുക. ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുന്ന ഏറ്റവും വലിയ ശുശ്രൂഷയാണ് അനുതാപം. ഈ മാമോദീസായും കൂദാശകളും എല്ലാം നമ്മളെ പാപത്തിൽ നിന്ന് കഴുകി വിശുദ്ധീകരിക്കപ്പെട്ട് ദൈവവുമായിട്ട് ഒന്നാക്കി തീർക്കുന്ന രഹസ്യമാണ്. ഈ അനുതാപത്തിലേക്കാണ് കർത്താവ് നമ്മളെ ഓരോ സമയവും ക്ഷണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വചനത്തിൻ്റെ രഹസ്യങ്ങളിലേക്ക് കടക്കുവാനായിട്ട് ഈശോയുടെ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിശുദ്ധ വചനങ്ങൾ നമ്മൾ ശ്രവിക്കാം. അനുതാപത്തിൻ്റെ വലിയൊരു രഹസ്യം പ്രഭാഷകൻ പറയുന്നുണ്ട്.
പ്രഭാഷൻ്റെ പുസ്തകം 44-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ ഈ ഹനോക്ക് എന്ന വ്യക്തിയെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഹനോക്ക് കർത്താവിനെ പ്രീതിപ്പെടുത്തി സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട ഒരു വ്യക്തിയായിട്ടാണ് ഹനോക്കിനെ വിശുദ്ധ ഗ്രന്ഥം ചിത്രീകരിക്കുക. അനുതാപം എപ്പോഴും നമ്മൾ സ്വീകരിക്കുമ്പോൾ ഈശോയുടെ കൂടെയാണ് നമ്മളുടെ ജീവിതം. ഇതിൽ പറയാണ്, ഹനോക്ക് കർത്താവിനെ പ്രീതിപ്പെടുത്തി അവൻ ഉന്നതത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. എല്ലാ തലമുറകൾക്കും അവൻ അനുതാപത്തിൻ്റെ മാതൃകയാണ്. ഹനോക്ക് കർത്താവിനെ പ്രീതിപ്പെടുത്തി അവൻ ഉന്നതത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. മരണം കാണാത്ത വ്യക്തിത്വങ്ങളുടെ ഒരു മാതൃകയായിട്ട് ഹനോക്കിനെ വിശുദ്ധ ഗ്രന്ഥം കാണുന്നുണ്ട്. മരണം സംഭവിക്കാൻ, നമുക്ക് ആത്മീയമായ മരണം സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടെ അനുതാപം എന്ന ശുശ്രൂഷ സ്വീകരിക്കുക. ഇതിൽ അവൻ ഉന്നതങ്ങളിലേക്ക് സംഭവിക്കപ്പെട്ടു. എല്ലാ തലമുറകൾക്കും അവൻ അനുതാപത്തിൻ്റെ മാതൃകയാണ്. എല്ലാ തലമുറകൾക്കും അനുതാപത്തിൻ്റെ മാതൃകയാണ് ഹെനോക്ക്. ഈ അനുതാപത്തിൻ്റെ ഒരു മാതൃകയായിട്ട് നമ്മൾ കാണുന്നു. അതിനുശേഷം സ്നാപക യോഹന്നാനെ നമ്മൾ കാണുന്നുണ്ട്. ഈശോയുടെ വരവിന് മുൻപായിട്ട് സ്നാപക യോഹന്നാന് ക്രിസ്തുവിൻ്റെ രാജ്യത്തെക്കുറിച്ച് വളരെ ശക്തമായിട്ട് പ്രഘോഷിക്കുന്നു. ഈ അനുതാപത്തിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് സ്നാപക യോഹന്നാൻ വ്യക്തമാക്കുകയാണ്. അപ്പോൾ ഈ കൂടുതൽ അനുതാപത്തിലേക്ക് നമ്മൾ വരുവാനും എളിമയോടും വിശുദ്ധിയോടും നിർമ്മല ഹൃദയത്തോടും കൂടി ഈ വചനം ശ്രവിക്കുവാൻ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനം ശ്രവിക്കാം. വിക്ടബൻ്റെ ആധ്യാത്മിക പ്രഭാഷണത്തിലെ ഈ പുസ്തകം തന്നെയാണ് നമ്മൾ വായിക്കുന്നത്. ഇതിനു മുമ്പുണ്ടായിരുന്ന പ്രഭാഷണങ്ങളൊക്കെ നമ്മൾ വീഡിയോയിലൂടെ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ നമ്മളിപ്പം എടുക്കുന്നത് ജഡിക മനുഷ്യരും ആത്മീയ മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസം എന്ന പ്രഭാഷണമാണ്. 1995 ഒക്ടോബർ മാസത്തിൽ തേവരയിൽ വെച്ച് വിക്ടബേർ നടത്തിയ ബൈബിൾ ക്ലാസ്സാണ്. അപ്പോൾ നമ്മൾ പേജ് നമ്പർ 78-ാമത്തെ പേജാണ് നമ്മൾ എടുക്കുന്നത്. അതിൽ 29-ാമത്തെ നമ്പർ മുതൽ നമ്മൾ വായിക്കുകയാണ്. 1 പത്രോസ് 2:1-3 വരെ. നിങ്ങൾ എല്ലാ തിന്മയും വഞ്ചനയും കാപട്യവും അസൂയയും അപവാദവും ഉപേക്ഷിക്കുവിൻ. രക്ഷയിലേക്ക് വളർന്നു വരേണ്ടതിന് നിങ്ങൾ പരിശുദ്ധവും ആത്മീയവുമായ പാലിനു വേണ്ടി ഇളം പൈതങ്ങളെപ്പോലെ ദാഹിക്കുവിൻ. ഈ ദാഹമാണ് തുടക്കം. ഈ ദാഹം കൂടിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ജഡത്തിൽ നിന്നും ആത്മാവിലേക്ക് കയറുവാൻ തുടങ്ങുന്നത്. നാം 5 കാര്യങ്ങൾ വിട്ടുകളയണം. തിന്മയും വഞ്ചനയും കാപട്യവും അപവാദവും അസൂയയും ഉപേക്ഷിക്കണം. കാപട്യം വിട്ടുപോകുമ്പോൾ ആത്മാവിലേക്ക് വരും. മത്തായി 5:8 ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. കാപട്യം വിട്ടുപോകുമ്പോഴാണ് ഹൃദയശുദ്ധിയിലേക്ക് വരുന്നത്. ആദ്യം അസൂയ വിടണം, അതിനുശേഷം തർക്കം. യാക്കോബ് 3:2 നാവിനെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ ശരീരത്തെ മുഴുവനും നിയന്ത്രിക്കുവാൻ സാധിക്കും. അപ്പോഴാണ് അനുതാപവും എളിമയും വരാൻ തുടങ്ങുന്നത്. എവിടെ പോയി വചനം പറഞ്ഞാലും നിങ്ങൾ ആദ്യം പറയേണ്ട വചനം യെശയ്യാ 66:2 എങ്കിലേ വചനം എളിമയോടെ ഇരുന്ന് ശ്രവിക്കുകയുള്ളൂ. ചിലർ വചനം കേൾക്കുവാൻ വരുന്നത് ഗമയിലാണ്. അവർക്ക് ബുദ്ധിയിലാണ് വചനം ശ്രവിക്കേണ്ടത്. പ്രഭാഷൻ്റെ പുസ്തകം 39-ാം അധ്യായം 6-7 തിരുവചനം. ലൗകിക മനുഷ്യൻ അവരുടെ സ്വത്തിൻ്റെ വലുപ്പമാണ് നോക്കുന്നത്. അവർ പറയും, എനിക്ക് ബാങ്കിൽ അതുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇത്ര എസ്റ്റേറ്റ് അവിടെയുണ്ട് എന്നെല്ലാം. 50 വർഷം കഴിയുമ്പോൾ അതൊന്നും കാണുകയില്ല. അതാണ് ഈശോ പറയുന്നത്. ജെറമ്യ 50:31-32 അഹങ്കാരി, ഞാൻ നിനക്കെതിരാണ്. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ മാത്രമല്ല നിൻ്റെ ചുറ്റുമുള്ള സർവ്വ പട്ടണങ്ങളെയും നശിപ്പിച്ച് കളയുമെന്ന് കർത്താവ് പറയുകയാണ്. നിങ്ങൾ ഓരോരുത്തരും ജഡത്തിൽ നിന്ന് ആത്മാവിലേക്ക് വരണം. റോമാ 8:5-7 വരെ. എന്തെന്നാൽ ജഡികമായി ജീവിക്കുന്നവർ ജഡീയ കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു, ആത്മീയമായി ജീവിക്കുന്നവരാകട്ടെ ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു. ജഡത്തിലുള്ളവരും ആത്മാവിലുള്ളവരും തമ്മിലുള്ള വ്യത്യാസമാണിത്. ഇന്നലെ ഒരു ധനികനായ മനുഷ്യൻ വന്ന് എന്നോട് പറയുകയാണ്, ഞാൻ നേരത്തെ ഒത്തിരി ഭക്ഷണം കഴിക്കുമായിരുന്നു, ഇപ്പോൾ അത്രയും കഴിക്കുവാൻ എനിക്ക് സാധിക്കുന്നില്ല. എനിക്ക് പഴയതുപോലെ ഭക്ഷണം കഴിക്കുവാൻ പറ്റണം. അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അത് ജഡീക താല്പര്യമാണ്.
പിന്നെ ഓരോരോ കുറ്റം പറയുകയാണ്. എനിക്കുറക്കമില്ല, എനിക്ക് വാടക കിട്ടുന്നില്ല, എൻ്റെ എസ്റ്റേറ്റ് നോക്കുന്നവർ കള്ളന്മാരാണ്, ഇങ്ങനെ പലതും. പക്ഷേ ഈശോയുടെ കാര്യം പറയാൻ അയാൾക്ക് ഒന്നുമില്ല. അയാൾ 1 കൊറിന്തോസ് 15:19 ഈ ലോകത്തിൻ്റെ കാര്യത്തിന് വേണ്ടിയാണ് വരുന്നത്. അതേസമയം ഈശോയുടെ കാര്യം അന്വേഷിച്ചാൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കും. അവർ വാടകകളെല്ലാം ഭംഗിയായി കൊടുക്കും. ഈശോയുടെ നാമത്തിൽ ബന്ധിച്ചാൽ മതി, എല്ലാം വിട്ടുപോകും. കർത്താവിൻ്റെ ശക്തിയാണ് നമ്മിലൂടെ പ്രവർത്തിക്കുന്നത്. മർക്കോസ് 12:24 മത്തായി 22:29 വിശുദ്ധ ലിഖിതങ്ങൾ അറിയുന്നതിലും ദൈവത്തിൻ്റെ ശക്തി അറിയുന്നതിലും സകലരും പരാജയപ്പെട്ടിരിക്കുകയാണ്. ഈ സത്യം നമ്മൾ ധൈര്യപൂർവ്വം പ്രഘോഷിക്കണം. കാരണം അവരാരും ദൈവത്തിൻ്റെ ശക്തി അറിയുന്നില്ല. ബുദ്ധിയിലാണ് എല്ലാവരും ഈശോയെ കാണുന്നത്. വചനം സ്വീകരിക്കാത്തതിൻ്റെ കാരണം ബുദ്ധിയിൽ ഇരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇതിലൂടെ അനേകം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. ഇതിനു മുമ്പായിട്ട് നമ്മൾ കേട്ടത്, നമ്മൾ ഈശോയിൽ ആയിരിക്കുമ്പോൾ ഹൃദയത്തിൽ നമ്മൾ മറ്റുള്ളവർക്ക് ക്ഷമ കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മൾ ഓടിപ്പോയി ക്ഷമ പറയുമ്പോൾ പെട്ടെന്ന് അവർക്കത് ഗ്രഹിക്കുവാൻ സാധിക്കുകയില്ല. ചിലപ്പോൾ അവർ പ്രതികരിക്കും. പക്ഷെ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമ്മൾ ഹൃദയത്തിൽ ക്ഷമിച്ച് കൊടുക്കുമ്പോഴാണ് അവരുടെ ഹൃദയത്തിൽ നിന്നും ആ തിന്മ വിട്ടുപോകുന്നത്. സുഭാഷിതത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ, ഒരുവൻ കർത്താവിനോട് അടുക്കുമ്പോൾ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങിച്ചേരുന്നു. നമ്മൾ ഈശോയിലേക്ക് അടുക്കുമ്പോഴാണ്, ഈശോയുടെ സ്നേഹത്തിൽ വസിക്കുമ്പോഴാണ് ഈ ശത്രുക്കളായിരിക്കുന്നവരും നമ്മളെ എതിർക്കുന്നവരുമൊക്കെ ആ ദൈവത്തോട് കൂടിച്ചേരുക. ശത്രുക്കൾ ആയിരിക്കുന്നവരൊക്കെ നമ്മോടും ഇണങ്ങിച്ചേരുക. കാരണം നമ്മൾ ഈശോയുടെ സ്വന്തമായി മാറുമ്പോഴാണ്. ഇതിൽ പറയാണ്, നമ്മൾ എല്ലാ തിന്മയും വഞ്ചനയും കാപട്യവും അസൂയയും അപവാദവും ഉപേക്ഷിക്കുവിൻ. മനുഷ്യരായ നമ്മളിൽ ഏറ്റവും അടിസ്ഥാനമായി കിടക്കുന്ന അടിസ്ഥാന പാപങ്ങൾ നമ്മുടെ സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അടിസ്ഥാന പാപങ്ങൾ എന്തൊക്കെയാണെന്ന്. അതിൽ അഹങ്കാരം, അസൂയ, മടി, ദ്രവ്യാഗ്രഹം, കൊതി, ഇങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ആ പാപങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ് വിശുദ്ധ പത്രോസിനെ പറയാണ്, നിങ്ങളെല്ലാ തിന്മയും വഞ്ചനയും കാപട്യവും അസൂയയും അപവാദവും ഉപേക്ഷിക്കുവിൻ. രക്ഷയിലേക്ക് വളർന്നു വരേണ്ടതിന് പരിശുദ്ധവും ആത്മീയവുമായ പാലിന് വേണ്ടി ഇളം പൈതങ്ങളെ പോലെ ദാഹിക്കുവിൻ. ഈ ആത്മീയമായ പാല് നമ്മൾ ഈശോയുടെ രാജ്യത്തിലേക്ക് വരുമ്പോൾ ആത്മാവിൻ്റെ പല തട്ടുകളുണ്ട്. നമ്മുടെ പാപങ്ങൾ വിട്ടുപോയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ആത്മാവിൻ്റെ തട്ടുകളിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ. വിശുദ്ധരുടെ ജീവിതത്തെ എടുത്തു നോക്കുമ്പോൾ വിശുദ്ധ അമ്മത്രസ്യ പുണ്യവതിയൊക്കെ ആത്മാവിൻ്റെ പല തട്ടുകളിലേക്ക് കടന്നു പോയവരാണ്. 7-ാം സദനം വരെ പോകുന്ന വിശുദ്ധ അമ്മത്രസ്യയെ നമ്മൾ കാണുന്നു. 7-ാമത്തെ സദനത്തിലെത്തുമ്പോൾ ദൈവവുമായിട്ട് ഒന്നായിത്തീരുന്നത് നമ്മൾ ദർശിക്കുന്നുണ്ട്. അമ്മത്രസ്യ പുണ്യവതി പറയുന്നുണ്ട്, നമ്മുടെ ആത്മാവിൻ്റെ ആദ്യ സ്റ്റേജിലുണ്ടായിരുന്ന ഒത്തിരിയേറെ പാപങ്ങളുണ്ട്. അത് പല ഇഴജന്തുക്കളോടും പല ജീവികളോടും പല ക്ഷുദ്രങ്ങളോടും ഒക്കെ അമ്മത്രസ്യ പുണ്യവതി ഉപമിക്കുന്നുണ്ട് ഈ പാപങ്ങളെയൊക്കെ. ഇത് നമ്മിൽ നിന്ന് വിട്ട് മാറുമ്പോഴാണ് നമ്മൾ ക്രിസ്തുവിൻ്റെ രഹസ്യങ്ങളിലേക്ക് കടക്കുന്നത്. അതുകൊണ്ടാണ് ഈശോ ആത്മീയ രഹസ്യങ്ങളൊക്കെ പറയുന്നത് ശിഷ്യന്മാരോടാണ്. ഈശോ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ രഹസ്യങ്ങൾ വരം ലഭിച്ചിരിക്കുന്ന ശിഷ്യന്മാർക്കാണ്. മറ്റുള്ളവർക്കാകട്ടെ ഇത് ഉപമകളിലൂടെ നൽകപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ആന്തരികമായിട്ട് നമുക്ക് വളരണമെങ്കിൽ നമ്മളിൽ നിന്ന് ഈ പാപങ്ങൾ വിട്ടുപോകണം. അതുകൊണ്ടാണ് നമ്മളൊരു 4 വർഷമെങ്കിലും ഈ ശുദ്ധീകരണത്തിലൂടെ വരുമ്പോഴാണ് ഈ പാപങ്ങളെ നമ്മളിൽ നിന്ന് വിട്ടുപോകുക. അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കണം. നമ്മൾ തന്നെ അതിനുവേണ്ടി മനസ്സ് വയ്ക്കണം. നിങ്ങൾ പരിശുദ്ധവും ആത്മീയമായ പാലിന് വേണ്ടി ഇളം പൈതങ്ങളെ പോലെ ദാഹിക്കുവിൻ. കുഞ്ഞു കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണങ്ങൾ ലഘുവായ ഭക്ഷണമാണ് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ ആത്മീയ അവസ്ഥയിലും വളർച്ചകൾ ഉണ്ടാകുമ്പോൾ ഈശോ തന്നെ നമ്മളെ ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ച് കൊണ്ടുവരും. ലോകമെന്താണ്, മനുഷ്യനെന്താണ്,
ദൈവരാജ്യം എന്താണ്, ആത്മാവിൻ്റെ രാജ്യം എന്താണ്, നമ്മുടെ മരണശേഷം നമ്മൾ ക്രിസ്തുവുമായിട്ട് ഒന്നായിത്തീരുന്നത്, ഇങ്ങനെ അനേകം കാര്യങ്ങളിലേക്ക് ദൈവം നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് എപ്പോഴാണ്? ആത്മാവിൽ വളർച്ചയുണ്ടാകുമ്പോഴാണ്. അപ്പോഴാണ് ജഡത്തിൽ നിന്നും ആത്മാവിലേക്ക് കയറുന്നത്. നാം 5 കാര്യങ്ങൾ വിട്ടുകളയണം. തിന്മ, വഞ്ചന, കാപട്യം, അസൂയ, അപവാദം എല്ലാം ഉപേക്ഷിക്കണം. നമ്മൾ ഈ ഓരോ കാര്യങ്ങളെക്കുറിച്ചും എടുക്കുകയാണെങ്കിൽ അതിൽ തിന്മയുണ്ട്, വഞ്ചനയുണ്ട്, കാപട്യമുണ്ട്, അസൂയുണ്ട്. ഓരോ ഈ തിന്മകളെക്കുറിച്ചും നമ്മൾ സ്വയം എടുത്ത് ധ്യാനിച്ചാൽ അതിൽ എത്രമാത്രം നമ്മിലുണ്ട് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയുവാൻ സാധിക്കും. നമ്മളെ തന്നെയാണ് ആദ്യം വിശുദ്ധീകരിക്കേണ്ടത്. യോശുവ 3:5 ഒക്കെ പറയുന്നുണ്ട്, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഈ നമ്മളിൽ നിന്ന് തന്നെ ഈ പാപങ്ങൾ എടുത്തു മാറ്റി നമ്മൾ ഏറ്റുപറയണം. അതാണ് നമുക്ക് കുമ്പസാരം എന്ന കൂദാശ. ഈ ഏറ്റുപറച്ചിലാണ് ദൈവരാജ്യത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യം. നമ്മൾ തെറ്റുകൾ ഏറ്റുപറയുമ്പോഴാണ് നമുക്കതിൻ്റെ അകത്ത് കരുണ ലഭിക്കുക. സുഭാഷിതത്തിൻ്റെ പുസ്തകം 28-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ, തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യമുണ്ടാകുകയില്ല, അവ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും. ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുമ്പോഴാണ് നമുക്ക് കരുണ ലഭിക്കുക. നമ്മൾ വിശുദ്ധ ബലിയിലുമൊക്കെ നമ്മുടെ ശബ്ദമെടുത്ത് നമ്മൾ കർത്താവിനെ ഏറ്റുപറയുകയാണ്. സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതെല്ലാം നമ്മുടെ ഏറ്റുപറച്ചിലാണ്. കുമ്പസാരം എന്ന കൂദാശയിലും മാമോദിസ എന്ന വിശുദ്ധ കൂദാശയിലും സംഭവിക്കുന്ന എന്താണ്? നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മളെ ദൈവസന്നിധിയിലേക്ക് എത്തിക്കുമ്പോൾ അവിടെ നമ്മുടെ ബാപ്റ്റിസം പേരൻസ് നമുക്ക് വേണ്ടി അവിടെ നിന്ന് കർത്താവിൻ്റെ നാമം, ആ വിശ്വാസത്തിൻ്റെ രഹസ്യം നമുക്ക് വേണ്ടി ഏറ്റുപറയാണ്. അതാണ് ഈ ഏറ്റുപറച്ചിലാണ് കർത്താവിൻ്റെ കൃപയിരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഈ പാപങ്ങളും ഏറ്റുപറയുമ്പോൾ മാത്രമാണ് നമുക്ക് ദൈവത്തിൻ്റെ കരുണ ലഭിക്കുക. അതിലൂടെ നമുക്ക് ആത്മാവിൽ ശക്തമായിട്ട് വളരുവാൻ സാധിക്കും. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. കാപട്യം വിട്ടുപോരുമ്പോഴാണ് ഹൃദയശുദ്ധിയിലേക്ക് വരുന്നത്. ആദ്യം അസൂയ വിടണം, അതിനുശേഷം തർക്കം. യാക്കോബ് 3:2 നാവിനെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ ശരീരത്തെ മുഴുവനും നിയന്ത്രിക്കുവാൻ നമുക്ക് സാധിക്കും. ഇതിൽ ഓരോ വചനങ്ങളും നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ ആ വചനം കാണാപ്പാഠം പഠിക്കും. നമ്മൾ ആ വചനത്തിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. അതിൽ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. നമ്മളിൽ ഈ കാപട്യം വിട്ടു പോകുമ്പോഴാണ് ഹൃദയശുദ്ധി നമുക്കുണ്ടാകുക. കാപട്യം എന്ന പാപം എല്ലാ മനുഷ്യരിലും നിഗൂഢമായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട്. 2 വ്യക്തിത്വങ്ങൾ പലപ്പോഴും നമ്മൾ പ്രകടിപ്പിക്കാറുണ്ട്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാറില്ല. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിൽ മറ്റൊരു കാര്യം വെച്ചുകൊണ്ട് നമ്മൾ പുറമേ മറ്റൊരു വ്യക്തിത്വത്തെ നമ്മൾ കാണിക്കും. ഇതുപോലെ പലതരത്തിലുള്ള കാപട്യങ്ങൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. പ്രാർത്ഥനാപരമായി നമ്മൾ നോക്കുമ്പോൾ വലിയേറെ പ്രാർത്ഥനകൾ നമ്മൾ മനുഷ്യൻ്റെ മുമ്പിൽ കാപട്യമായിട്ട് കാണിക്കും. അതേസമയം നമ്മുടെ ഹൃദയത്തിൽ ഈശോയ്ക്ക് സ്ഥാനമുണ്ടാകുകയില്ല. ഇങ്ങനെ പലതരത്തിൽ നമ്മളിലെ കാപട്യം രഹസ്യമായിട്ട് വസിക്കുന്നുണ്ട്. ഈ കാപട്യത്തെ നമ്മൾ എടുത്തു മാറ്റുമ്പോഴാണ് ഹൃദയശുദ്ധിയുള്ളവരായിട്ട് നമ്മൾ മാറുക. അപ്പോഴാണ് നമുക്ക് ദൈവത്തെ കാണുവാൻ സാധിക്കുക. അതിനുശേഷം വിറ്റുപേർ പറയുന്നുണ്ട്, യാക്കോബ് 3:2 നാവിനെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ ശരീരത്തെ മുഴുവനും നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കും. അപ്പോഴാണ് അനുതാപവും എളിമയും തുടങ്ങുന്നത്. എവിടെ പോയി വചനം പറഞ്ഞാലും ആദ്യം പറയേണ്ട വചനം യെശയ്യാ 66:2. ഈ എളിമയും അനുതാപത്തെക്കുറിച്ചും നാവിൻ്റെ നിയന്ത്രണത്തെക്കുറിച്ചും വളരെ ശക്തമായിട്ട് അദ്ദേഹം പഠിപ്പിച്ചിരുന്നു. നമ്മൾ നാവിനെ നിയന്ത്രിക്കാൻ തുടങ്ങിയാൽ ശരീരത്തെ മുഴുവനും നിയന്ത്രിക്കുവാൻ നമുക്ക് സാധിക്കുമെന്ന് യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അതാണ് ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 34-ാം തിരുവചനത്തിൽ, കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക്, കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവനും പ്രകാശിക്കും. നമ്മുടെ
ശരീരത്തിലെ ഓരോ അവയവങ്ങളും കണ്ണായി മാറുമ്പോഴാണ് അവിടെ പ്രകാശമുണ്ടാകുക, ദൈവത്തിന് പ്രീതികരമായ മഹത്വമേറിയ ശരീരമായി മാറുക. ആ കണ്ണ് കുറ്റമറ്റതുപോലെ തന്നെ നമ്മുടെ നാവ് കുറ്റമറ്റതായി മാറുമ്പോൾ അത് മുഴുവൻ പ്രകാശമായി മാറുകയാണ്. അപ്പോഴാണ് ജെറമ്യ 15:19 കർത്താവിൻ്റെ നാവായി മാറുക. പ്രവചനത്തിൻ്റെ ആത്മാവ് നമ്മിൽ പ്രവേശിക്കുന്നത് നാവിനെ നമ്മൾ നിയന്ത്രിച്ച് നമ്മൾ വരുമ്പോഴാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ നാവ് ക്ഷൗരക്കത്തി പോലെ വളരെയേറെ മൂർച്ചയേറിയതാണ്. അത് നമ്മുടെ സഹോദരങ്ങളെ, മറ്റുള്ളവരെ വ്രണപ്പെടുത്തും, മുറിപ്പെടുത്തും. കൊലപാതകത്തിന് തുല്യമായ പാപം നമ്മിലുണ്ടാകുന്നതും നാവിൻ്റെ ദുരുപയോഗത്തിലൂടെയാണ് നമുക്കറിയാം. 1 യോഹന്നാൻ 3:15 തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകയാണ്. ഈ നാവിലൂടെ മറ്റുള്ളവരെ നമ്മൾ മുറിപ്പെടുത്തുമ്പോഴും വെറുക്കുമ്പോഴും അവരെ വേദനിപ്പിക്കുമ്പോഴും അവിടെയെല്ലാം 5-ാം പ്രമാണത്തിനെതിരായ പാപം നമ്മിലുണ്ടാകുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഓരോ അവയവത്തെയും നിയന്ത്രിച്ച് ക്രിസ്തുവിൻ്റെ ഹൃദയത്തോടും ക്രിസ്തുവിൻ്റെ ശരീരത്തോടും നമ്മുടെ ശരീരത്തെ മഹത്വപൂർണ്ണമാക്കിയിട്ട് എപ്പോഴും പ്രകാശമാനമാക്കുന്ന കുറ്റമറ്റ കണ്ണുകളായി നമ്മുടെ അവയവത്തെ മാറ്റുമ്പോഴാണ് ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ ശരീരമാക്കി അവിടെ നമ്മളെ വിശുദ്ധീകരിക്കുക. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം 21 തിരുവചനത്തിൽ പൗലോസ്ലീഹ പറയുകയാണ്, സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും. എങ്ങനെയാണ് ഈ നമ്മുടെ ശരീരത്തെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തുക? ശരീരത്തെ കുറ്റമറ്റതായി മാറ്റുമ്പോഴാണ്. ശരീരത്തിൻ്റെ അവയവങ്ങളെയും നമ്മൾ കണ്ണുപോലെ വിശുദ്ധീകരിക്കപ്പെടുമ്പോഴാണ്. നമ്മൾ വായിച്ചു ലൂക്കായുടെ സുവിശേഷം 11-ാം തിരുവചനത്തിൽ, കണ്ണു കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും, നാവ് കുറ്റമറ്റതെങ്കിൽ കണ്ണുപോലെ ശരീരം മുഴുവൻ പ്രകാശിക്കും. ഇതുപോലെ ഓരോ ശരീരത്തെയും മഹത്വമുള്ള ശരീരമായി രൂപാന്തരപ്പെടുത്തപ്പെടുന്നത് നമ്മൾ ഈ വിശുദ്ധീകരിക്കപ്പെട്ടു വരുമ്പോഴാണ്. ഈ വിശുദ്ധീകരണം എന്ന പ്രോസസ്സ്, ഈ പ്രക്രിയ നമ്മളിൽ സംഭവിക്കുന്നത് നമ്മുടെ ജീവിതകാലം മുഴുവനും ഈശോയുമായിട്ട് ചേരുമ്പോഴാണ്. നമ്മൾ ഒരു ദിവസം കൊണ്ട് ഒരിക്കലും വിശുദ്ധീകരിക്കപ്പെടുകയില്ല. നമ്മുടെ ജീവിതത്തെ ഓരോ ദിവസവും നമ്മൾ ക്രിസ്തുവിനോട് ചേർക്കുമ്പോൾ വിശുദ്ധീകരിക്കപ്പെട്ട് ക്രിസ്തുവിൻ്റെ ശരീരത്തിലേക്ക് നമ്മളെ ചേർക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം 54-ാം തിരുവചനത്തിലും 53-ും 54-ും തിരുവചനത്തിലൊക്കെ ഈശോ പറയുന്നുണ്ട്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുമ്പോൾ അവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. ഈശോ വന്ന് വസിക്കുന്നതും ഈ ഈശോയുടെ തിരുശരീര രക്തങ്ങൾ നമ്മൾ യോഗ്യതയോടെ സ്വീകരിക്കുമ്പോഴാണ്. അപ്പോൾ നമ്മൾ കേട്ട വചനങ്ങൾ നമ്മൾ ഹൃദയത്തിൽ ആക്കുവാനും ഈ വചനത്തിൻ്റെ ആഴത്തിലേക്ക് നമുക്ക് പോകുവാനും നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോയാകുന്ന ഈ തിരുവചനത്തെ, അനുതാപമാകുന്ന ഈശോയുടെ ഈ വചനത്തെ, ഈശോയാകുന്ന അനുതാപത്തെ നമ്മൾ ഹൃദയപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് യെശയ്യാ 66:2 യെശയ്യാ പ്രവാചകൻ പറയുന്ന പോലെ ഈശോ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു ഹൃദയമാണ് നമ്മുടെ അനുതപിക്കുന്ന ആ ഹൃദയം. അതിലേക്ക് നമ്മളെ നയിക്കണമേ എന്ന് പരിശുദ്ധ മറിയത്തിനോട് നമുക്ക് യാചിക്കാം. അമ്മയെ മറിയമാണ് ദൈവത്തിൻ്റെ മുൻപിൽ ആദ്യമായിട്ട് യെസ് പറഞ്ഞ വ്യക്തി. രക്ഷകനെ സ്വീകരിക്കുവാനായിട്ട് സകല സഹനങ്ങളും ഹൃദയപൂർവ്വം സ്വീകരിക്കുവാനായിട്ടും ഈശോയോട് ദൈവത്തോട് ചേർന്ന് നിന്ന ആ പരിശുദ്ധ മറിയത്തിൻ്റെ മധ്യസ്ഥം നമുക്ക് യാചിക്കാം. അങ്ങനെ അനേകം വചനം നമ്മുടെ ഹൃദയത്തെ വിശുദ്ധീകരിക്കുവാനും നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാനും സഹായിക്കണമേ എന്ന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഈശോയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അതുപോലെ ആർക്കെങ്കിലും ഈ പുസ്തകം വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ പുസ്തകം ലഭ്യമാകുന്ന ഷോപ്പുകളെക്കുറിച്ചും അതുപോലെ തന്നെ വാട്സപ്പ് നമ്പറും ചേർക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പുസ്തകം ആവശ്യമാണെങ്കിൽ അയച്ച് തരുന്നതായിരിക്കും.